ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പോ 2020 ദുബായിൻ്റെ ചൈനീസ് പവലിയനിലെ കാഴ്ചകളാണ്. ഇത് ശരിക്കും ഒരു ചൈനീസ് ലാൻഡേണിൻ്റെ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ലൈറ്റ് ഷോ ഉണ്ടാവും. ഞങ്ങൾ പകലായിരുന്നു പോയിരുന്നത്, എന്നാലും രാത്രി ആ ലൈറ്റ് ഷോ കൂടെ കഴിഞ്ഞിട്ടാട്ടോ തിരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ആ ലൈറ്റ് ഷോ കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും നമുക്ക് പവലിയൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ മുന്നിൽ വലിയൊരു സ്ക്രീനിൽ ചൈനീസ് പ്രസിഡന്റിന്റെ ഒരു സ്പീച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ചൈനയുടെ സ്പേസ് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്ത് വലിയൊരു സ്ക്രീനിൽ ഈ സ്പേസ്, സാറ്റലൈറ്റ്സ് ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു ഷോ ആണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. ആ സ്ക്രീനും ആ ഫ്ലോറും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ചൈന ഹൈ സ്പീഡ് റെയിൽവേൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ചൈനീസ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. ചൈനീസ് റെയിൽവേൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഈ സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. ഇത് എൻജിൻ ഡ്രൈവറിൻ്റെ ക്യാബിൻ്റെ ഒരു ഡെമോ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ചൈനയുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ചൈനയുടെ ഒരു കോൺസെപ്റ്റ് കാറാണ്. സെൽഫ് ഡ്രൈവിംഗ് കാറാണ് കേട്ടോ. അടിപൊളിയാണല്ലേ കാണാൻ.
അങ്ങനെ പവലിയനൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എക്സ്പോ പാസ്പോർട്ടിൽ സീലും വെച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തൽക്കാലത്തേക്ക്. രാത്രിയുള്ള ലൈറ്റ് ഷോ കാണണമല്ലോ, അതിനുവേണ്ടി ഞങ്ങളിതാ പിന്നെയും തിരിച്ചു വന്നു. ഇതൊരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കളർഫുള്ളാണ് കാണാൻ. ചൈനീസ് പവലിയൻ കാണാൻ വരുന്ന ആൾക്കാർ ഇതൊരിക്കലും മിസ്സാക്കരുതേ.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ട എപ്പോഴും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഇനിയും ഒരുപാട് കാഴ്ചകൾ എക്സ്പോയിൽ കാണാനുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ.